മക്ക ഖുറൈശികളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രതിരോധമായിരുന്നു ബദർ. എങ്ങനെ പോടാ ഊളെ, ഈ മക്ക ഖുറൈശികളെ പേടിച്ചിട്ടല്ലടോ ഈ മുഹമ്മദ് നബിയും 100-ൽ പരം അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തത്. പോകുമ്പോൾ അവരുടെ സ്വത്തുക്കളെല്ലാം അവർ അവിടെ ഇട്ടിട്ടാണ് പോയത്. വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ഊളലിയാക്കത്ത്. എങ്ങനെയാണ് നിങ്ങൾ കേട്ടോളി. اللهم إن تهلك هذه العصابة فلن تعبد في الأرض أبدا. ഈ കൊച്ചു സംഘത്തെ നീ മണ്ണിൽ, നീ പോരാട്ടത്തിന്റെ മണ്ണിൽ നശിപ്പിച്ചാൽ നാഥാ, ഈ കൊച്ചു സംഘം നശിച്ചാൽ മേലിൽ ഖിയാമം വരെ നിന്റെ ഇബാദത്ത് ഭൂമിയിലില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അല്ലാഹുവിന്റെ റസൂലിൻ പറയുന്നത് ഈ സംഘം നശിച്ചാൽ നിന്റെ ഇബാദത്ത് ഭൂമിയിലില്ല. എങ്ങനെയുണ്ട് അള്ളാഹിനോട് നബീന്റെ ഭീഷണി? പഠിച്ചോനെ, ഇജ്ജ് ഞങ്ങളെ രക്ഷിച്ചോ, ഇല്ലെങ്കിൽ എന്റെ ഇബാദത്ത് കിയാമത്ത് നാൾ വരെ ഭൂമിയിലില്ല. ആരെപ്പത് പറഞ്ഞ ആരോട്? ഇവൻ പൊട്ടനാ, ഭീഷണിയും അപേക്ഷയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത പൊട്ടൻ. അപ്പട പൊളിസോ. മാൻപേടകൾ അങ്ങനെ സിംഹക്കുട്ടികളെ ആക്രമിക്കുവാൻ പോവുകയാണ്. മാൻപേടകൾക്ക് ദൈവം ഉണ്ട്. മാൻപേടകൾ ദൈവവിശ്വാസികളാണ്. ഈ മാൻപേടകൾ ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു, അല്ലയോ ദൈവമേ, ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണ്, നിങ്ങൾക്ക് സുജൂദ് ചെയ്യുന്ന ഞങ്ങളാണ്. ഞങ്ങൾ ഈ ശത്രുക്കളെ ഇവിടെ വെച്ച് ഞങ്ങളെ കൊല്ലാൻ ഹെൽപ്പ് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സുജൂദ് ചെയ്യാൻ കഴിയില്ല, ലോകത്ത് നന്മ ഉണ്ടാവില്ല എന്ന് മാൻപേടകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിലെന്താ തെറ്റ്? എണീറ്റ് പോടാ ഊളെ, അധ്വാനിച്ച് ജീവിച്ചോടാ. നിനക്ക് തണ്ടും തടിയിലടാ, നിനക്കെന്താ വയർപ്പിൻ്റെ സുഖമുണ്ടാ? ഈ ആരാൻ്റെ തീട്ടം തിന്നേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? വല്ലവന് വിശ്വസിച്ച് പോകുന്നൊരു പോട്ടടോ. തനിക്കെന്താടോ? തനിക്ക് നക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് തിന്നുന്നത് താൻ പച്ച തീട്ടമാണ്, മലമാണ് താൻ തിന്നണത്. ഉളുപ്പുണ്ടോ? പോത്തിൻ്റെ പോലെ ശരീരം ഉണ്ടല്ലോ. പോയി അധ്വാനം ജീവിച്ചൂടെ, അല്ലെങ്കിൽ അറുത്ത് വിറ്റോളാ, കിലോന് നല്ല വില കിട്ടും.